നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഡിസൈന് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചു. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന്റെ ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മണ്ണുത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട. മുന്തിരിക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. പുതുക്കാട് നിയോജകമണ്ഡലം പുലിമ പദ്ധതിയുടെ 6ാം ഘട്ട നടീൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുപ്പതാമത് ജെറുസലം കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ചുള്ള കൊടകര BRCയുടെ വിളംബര ജാഥ മുപ്പിളിയം GHS സ്കൂളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഡിസൈന് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചു. പുതുക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി റൂട്ട്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കേരള മുഖേന സമർപ്പിച്ച ഡിസൈന് ഭേദഗതികളോടെയാണ് റെയിൽവേ അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച സദേൺ റെയിൽവേ ചെന്നൈയുടെ കത്ത് ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. നേരത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 10.5 കോടി രൂപ ചെലവഴിച്ച് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുത്തിരുന്നു. റെയിൽവേയുടെ മാർഗനിർദ്ദേശപ്രകാരം ആവശ്യമായ ഭേദഗതി വരുത്തിയ ഡിസൈൻ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി 20 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് RDBCK ഉദ്യോഗസ്ഥർ അറിയിച്ചു. 34.73 കോടി രൂപയാണ് കിഫ്ബി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനായി നേരത്തെ അനുവദിച്ചിരുന്നത്. ഏറെക്കാലമായി റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാൽ മേൽപ്പാലം നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ സ്തംഭനാവസ്ഥയിൽ ആയിരുന്നു. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന്റെ ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വാടാനപ്പള്ളി തളിക്കുളം സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 49 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. മണ്ണത്തി ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അമീറയാണ് ഭാര്യ. സഹദുന, ഇർഫാന, സഫ്വാൻ എന്നിവർ മക്കളാണ്. മണ്ണുത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട. മുന്തിരിക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ സ്പിരിറ്റ് പിടികൂടി. 2600 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേർ പിടിയിലായി. പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വാഹന പരിശോധന. 79 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായി ആയിരുന്നു പരിശോധന നടത്തിയത്. ബംഗളൂരുവിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന് കൊണ്ടുവരുന്നതിന്റെ മറവിലായിരുന്നു കടത്ത്. തൃശൂർ സ്വദേശിക്ക് സ്പിരിറ്റ് കൈമാറാനുള്ള ശ്രമത്തിനിടയിലാണ് എക്സൈസ് പിടികൂടിയത്. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വാഹനമെടുത്ത് പ്രതി കടന്നുകളഞ്ഞു. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ ഷോളയാർ തോട്ടപ്പുരയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ആന കാറിന് നേരെ ഓടിവരുന്നത് കണ്ട് കാർ പുറകോട്ടെടുത്തെങ്കിലും വേഗത്തിൽ ഓടി കാറിനടുത്ത് എത്തിയ ആന കാറിന്റെ മുൻഭാഗത്ത് കൊമ്പുകൊണ്ട് കുത്തുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ മുൻവശത്ത് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടുപുറകിലുണ്ടായിരുന്ന കാറിലെ യുവാക്കൾ മൊബൈലിൽ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന അതിരപ്പിള്ളി മലക്കപ്പാറ മേഖലയിൽ വനം വകുപ്പ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. 30ാമത് ജെറുസലം കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് തലൂർ ജെറുസലം ധ്യാന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുക.
കഴിഞ്ഞ 30 വർഷമായി പതിനായിരങ്ങൾക്ക് ആത്മീയ ഉണർവേകുന്ന ധ്യാന ശുശ്രൂഷകളിൽ സജീവമാണ് തലൂർ ജെറൂസലം ധ്യാന കേന്ദ്രം. ഓരോ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതിനു പുറമെ തുടർച്ചയായി താമസിച്ചുള്ള ധ്യാനങ്ങളും മലയാളം, തമിഴ് ഭാഷകളിലുള്ള ധ്യാനങ്ങളും ആത്മീയ ശുശ്രൂഷകളും ഇവിടെ നടന്നുവരുന്നു. വർഷം തോറും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജെറൂസലം കൺവെൻഷൻ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ജെറൂസലം കൺവെൻഷൻ ഡിസംബർ 5, 6, 7, 8 തീയതികളിലാണ്. രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 5 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കൺവെൻഷന് തുടക്കമാകും. രാവിലെ 10:30 ശംഷാബാദ് രൂപതാമെത്രാൻ മാർ പ്രിൻസ് പാണയങ്ങാടൻ കൺവെൻഷന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ജെറൂസലം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് പറഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി ദിവംഗതനായിരിക്കുന്ന മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് ജെറൂസലം വചന കൂടാരത്തിന്റെ അടിത്തറയിട്ടത്. 30 വർഷം പിന്നിടുമ്പോൾ 30ാമത്തെ ജെറൂസലം കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ വരുന്ന സകല മക്കളുടെയും കണ്ണുനീര് തുടയ്ക്കുവാൻ, സകല ജനത്തിനെയും അപമാനം എടുത്തു മാറ്റുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധമായ സ്ഥലമാണ് ജെറൂസലേം ധ്യാന കേന്ദ്രം എന്ന് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജെറൂസലം വചന കൂടാരത്തിലെ 300ഓളം വരുന്ന പ്രേക്ഷിതരും ഇവിടെയുള്ള എല്ലാ വൈദികരും അപ്പസ്തോല ഗണങ്ങളും പ്രേക്ഷിത ഗണങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങിയ പുണ്യഭൂമിയിലേക്കാണ് നമ്മൾ ഇവിടെ കടന്നു വരാനിരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ഉത്ബോധിപ്പിച്ചുകൊണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങൾ ഈ കൺവെൻഷനിലൂടെ ഈ ദേശം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൺവെൻഷനിലേക്ക് പ്രാർത്ഥനയോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രശസ്ത ധ്യാന ശുശ്രൂഷകരായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഡൊമിനിക് വാളൻമനാൽ, ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, ഫാദർ ജിൻസ് ചീങ്കല്ലേൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ജോബ് പാച്ചേരിയിൽ, ഫാദർ സിജോ തയ്യാലക്കൽ, ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുമെന്ന് കൺവെൻഷന്റെ മീഡിയ കൺവീനർ ഫാദർ ജോസ് പയ്യപ്പിള്ളി പറഞ്ഞു. ഡിസംബർ 5 മുതൽ ഡിസംബർ 8 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജെറൂസലം ബൈബിൾ കൺവെൻഷന് നാളെ തുടക്കമാവുകയാണ്. 30 വർഷമായി നടത്തുന്ന ഈ ജെറൂസലം കൺവെൻഷൻ ഈ തൃശ്ശൂർ പ്രദേശത്തിന്റെ തന്നെ ഒരു വലിയ ബൈബിൾ കൺവെൻഷനാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ആരംഭത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനായി തുടക്കം കുറിച്ചതാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. വിപുലമായ ഈ ധ്യാന കേന്ദ്രത്തിന്റെ പ്രധാന ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനോട് ചേർന്ന് ഒരു പന്തലും സജ്ജമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർക്ക് ഇവിടെ ഇരുന്ന് സൗകര്യപൂർവ്വം ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജെറൂസലം ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്യ പ്രിൻസ് പാണങ്ങാടൻ പിതാവാണ്, ശംഷാബാദ് രൂപതയുടെ മെത്രാൻ. ഇനി എല്ലാവരും 5-ാം തീയതിയിലെ ഈ വചന പ്രഘോഷണ ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാന ഹാളിന് പുറമെ 15,000-ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന 60,000 സ്ക്വയർ ഫീറ്റ് പന്തലും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയതായി ജനറൽ കൺവീനർ ഫാദർ തോമസ് ഞുണ്ടിക്കൽ പറഞ്ഞു. ഈശോയിൽ സ്നേഹമുള്ളവരെ, 30ാമത് ജെറൂസലേം ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ഏറ്റവും വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഏകദേശം 10,000-ഓളം ആൾക്കാർക്ക് ഇരുന്ന് പങ്കെടുക്കുവാനായിട്ട് പന്തൽ ഒരുക്കിയിട്ടുണ്ട്. 60,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു പന്തലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ താമസിച്ച് ധ്യാനത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ കിടക്കുവാനും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ജെറൂസലേം ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 4 ദിവസങ്ങളിലായി ഇവിടെ താമസിച്ച് ധ്യാനം കൂടുന്നതിനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഇവിടെ എത്തിച്ചേരുക. 30ാമത് ജെറൂസലം ബൈബിൾ കൺവെൻഷനായി തലൂർ ജെറൂസലം ധ്യാന കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരങ്ങളാണ്
ഈ വരുന്ന 4 ദിവസങ്ങളിലായി ആത്മീയ ഉണർവേകുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുക. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് നിയോജകമണ്ഡലം പുലിമ പദ്ധതിയുടെ 6ാം ഘട്ട നടീൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ സൗമ്യ ബിജുവിന്റെ കൃഷിയിടത്തിലാണ് നടീൽ നടന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, കൊടകര ബ്ലോക്ക് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൽ, ബ്ലോക്ക് അംഗം ടെസി വിൽസൺ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ പ്രിൻസി ഡേവിസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ PS പ്രീജു, സജ്ജന ഷിബു, ശൈലജ നാരായണൻ, കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S സ്വപ്ന, കുടുംബശ്രീ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ സിജു കുമാർ, കൃഷി ഓഫീസർ NI റോഷ്നി, കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് പെസ്റ്റ് സ്കൗട്ട് PV രാജി, കാർഷിക വികസന സമിതി അംഗങ്ങളായ KK ഗോഖലെ, ഡേവിസ് പുറത്തൂക്കാരൻ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ചുള്ള കൊടകര BRCയുടെ വിളംബര ജാഥ മുപ്ലിയം GHS സ്കൂളിൽ നടന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുപ്ലിയം സ്കൂളിലെ SPC സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ബുൾബുൾ, JRC അംഗങ്ങൾ, അധ്യാപകർ, PTA അംഗങ്ങൾ, BRC പ്രതിനിധികൾ എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. മുപ്ലിയം GHS സ്കൂൾ പ്രധാനാധ്യാപിക MV ഉഷ ഭിന്നശേഷി സൗഹൃദ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാംപിള്ളി, കൊടകര BRC BPC VB സിന്ധു, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജൂലിയ ജോസ്, VV മോളി, PK ഷിൽജ എന്നിവർ സംസാരിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കീനൂർ, കാവല്ലൂർ, പച്ചളിപ്പുറം, മേടംകുളങ്ങര, വട്ടണാത്ര പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം വ്യാപകമായിരുന്നു. കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടി. അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി കാവല്ലൂർ കവിത സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കവിത കർഷക കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. കർഷക സമിതി കൺവീനർ PR ഡേവിസ്, കർഷകരായ രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി, അജിത്ത് പൂക്കോട്, ജോഷി കൊമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാട്ടുപന്നി നിർമ്മാർജ്ജന യജ്ഞം. പഞ്ചായത്ത് അംഗം ജീഷ്മ രഞ്ജിത്തിന്റെ സാന്നിധ്യത്തിൽ കൃഷിസ്ഥലത്ത് തന്നെ കുഴിയെടുത്ത് കാട്ടുപന്നികളെ ഡീസൽ ഒഴിച്ച് നിയമപരമായി നശിപ്പിച്ചു. വരും ദിവസങ്ങളിലും നിർമ്മാർജ്ജന യജ്ഞം തുടരുമെന്ന് കർഷക സമിതി അറിയിച്ചു. പൂക്കോട് പാടശേഖരത്തില് മാസങ്ങളായിട്ട് നിരവധി പന്നിയുടെ ശല്യമാണ്. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞെടുക്കുന്ന പറമ്പുകളിലാണ് കൂടുതൽ പന്നികളായിട്ട് വ്യാപകമായിട്ട് കൂട്ടത്തോടെ വന്നിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അളഗപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗീകൃത ഷൂട്ടർമാരെ നിയമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സുദർശൻ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വിവിധ പ്രദേശത്ത് പട്രോളിംഗ് നടത്തി. അതിന്റെ ഭാഗമായി മറ്റത്തൂർ GLP സ്കൂളിൽ അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ഷൈബി സജി അധ്യക്ഷത വഹിച്ചു. വിവിധ അംഗൻവാടികളിൽ നിന്നുള്ള 50ഓളം കുരുന്നുകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, സുമേഷ് മൂത്തമ്പാടൻ, PTA പ്രസിഡന്റ് PR വിമൽ, MPTA പ്രസിഡന്റ് സ്വാതി സനീഷ്, അധ്യാപികമാരായ പ്രീതി ജേക്കബ്, ലിജി ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടകര കുന്നത്രിക്കോവിലിലെ ഷഷ്ടി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CD സിബി,
കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NB ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ TG അജോ, പ്രഭൻ മുണ്ടക്കൽ, പൂനിലാർക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് D നിർമ്മൽ, അൻവർ സാദിഖ്, പ്രദീപ് വാഴക്കാലി എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി. CITU തൃശൂർ ജില്ലാ സീവേജ് വർക്കേഴ്സ് യൂണിയൻ അനിശ്ചിതകാല സമരത്തോടനുബന്ധിച്ച് തൊഴിലാളികൾ പ്രതിഷേധം നടത്തി. യൂണിയൻ സെക്രട്ടറി ഡാലിം സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ ആൽഫിൻ, ബിജു, ബിനോയ്, ഷമീർ, നിധിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കുള്ള കുക്ക് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. SSLC-യാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഡിസംബർ 6 രാവിലെ 10 നടക്കുന്ന വാക്കൻ ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. ഫോൺ 0487293990. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ കൊച്ചി സെന്ററിൽ 2025 ജനുവരി മാസം നടത്തുന്ന വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. 30 പേർക്കാണ് പ്രവേശനം. എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം ലഭിക്കുക. നൂതന സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകും. കോഴ്സിന്റെ ഭാഗമായി പ്രായോഗിക പരിശീലനവും ഉണ്ടാകും. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 34,500 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ OEC വിദ്യാർത്ഥികൾക്ക് നിയമപരമായ ഇളവ് ലഭിക്കും. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് www.keralaMediaacademy.org എന്ന വിലാസത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗക്കാർക്ക് 150 രൂപയാണ് ഫീസ്. GPay, ട്രാൻസ്ഫർ ബാങ്ക് മുഖേന അടച്ച രേഖയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഡിസംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് 048424222275 അല്ലെങ്കിൽ 9447607073 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7130, പവന് 57,040 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഡിസൈന് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചു. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന്റെ ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മണ്ണുത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട. മുന്തിരിക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. പുതുക്കാട് നിയോജകമണ്ഡലം പുലിമ പദ്ധതിയുടെ 6ാം ഘട്ട നടിയിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുപ്പതാമത് ജെറുസലം കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ചുള്ള കൊടകര BRCയുടെ വിളംബര ജാഥ മുപ്പിളിയം GHS സ്കൂളിൽ നടന്നു.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.